മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗത്തിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഏജൻസികളുടെ കൂട്ടായ്മയായ മെഡിക്കൽ ഡിവൈസസ് ഇൻഡസ്ട്രി വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളുമായി ബുധനാഴ്ച മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തിയ ചർച്ച വിജയം കണ്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗത്തിലെ പ്രതിസന്ധി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. താൽക്കാലിക പരിഹാരമായി കുടിശ്ശികയായ ഫണ്ടിന്റെ വിഹിതം നൽകുമെന്ന ഉറപ്പ് ലഭിച്ചതോടെ സെന്റ് ഉൾപ്പെടെയുള്ള ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ചികിത്സാ ഉപകരണങ്ങൾ ഇന്ന് കാത്ത് ലാബിലെത്തിക്കുമെന്നും വിതരണക്കാർ അറിയിച്ചു. ഹൃദയ ശസ്ത്രക്രിയ പുനരാരംഭിക്കണമെന്ന് ജനപ്രതിനിധികളിൽ നിന്നുൾപ്പെടെ ആവശ്യമുയർന്നിരുന്നു. തുടർന്ന് കോളേജ് അധികൃതരും വിതരണക്കാരുടെ പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായത്. സ്റ്റെന്റ് നൽകിയതിന് കഴിഞ്ഞ ഡിസംബർ വരെയുള്ള കുടിശ്ശിക തീർക്കണമെന്നായിരുന്നു വിതരണക്കാരുടെ ആവശ്യം. ഡിസംബർ, ജനുവരി മാസങ്ങളിലെ കുടിശ്ശിക ഓഗസ്റ്റ് അവസാനവും ബാക്കി തുക നവംബറിൽ ലഭ്യമാക്കണമെന്ന് അവർ പറഞ്ഞു. കാസ്പ് പദ്ധതിയിൽ 28 കോടി രൂപ ആശുപത്രിക്ക് ലഭിക്കാനുണ്ട്. ഈ തുക ലഭിക്കാതെ ഉറപ്പു നൽകാൻ കഴിയില്ലെന്നതിനാൽ ആശുപത്രി അധികൃതർ നിസ്സഹായാവസ്ഥയിലായി. തൽക്കാലം 1 കോടി രൂപ നൽകാമെന്ന ഉറപ്പ് കിട്ടിയതോടെ വിതരണക്കാർ അയഞ്ഞു. ഇതുപയോഗിച്ച് നവംബർ 30 വരെയുള്ള കുടിശ്ശിക തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സ്റ്റെന്റ് തീർന്നതോടെ ഈ മാസം 5 മുതലാണ് ഹൃദ്രോഗ ശസ്ത്രക്രിയ മുടങ്ങിയത്. വിഷയത്തിന്റെ ഗൗരവം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് MLA മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിലും നിയമസഭയിലും ഉന്നയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.